നമസ്കാരം. പ്രധാന വാർത്തകൾ. ആശുപത്രി ഫാർമസിയിൽ നിന്ന് മരുന്ന് മാറി നൽകി. വീട്ടമ്മയുടെ മരണത്തിൽ പരാതിയുമായി ബന്ധുക്കൾ. അധ്യാപകർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് കേരളം. മന്ത്രി വി ശിവൻകുട്ടി. ഗുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. നടപടി ഉത്തേജക വിരുദ്ധ സമിതിയുടേത്. വാർത്തകൾ വിശദമായി. മലപ്പുറം തിരൂരിൽ വീട്ടമ്മയുടെ മരണത്തിൽ പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത്. തിരൂർ ആലത്തിയൂർ പൊയിലശ്ശേരി സ്വദേശി പെരുള്ളിപ്പറമ്പിൽ ഐഷുമയുടെ മരണത്തിന് പിന്നാലെയാണ് ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആശുപത്രി ഫാർമസിയിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ചാണ് ഐഷുമ മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബന്ധുക്കളുടെ പരാതിയിൽ തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയ ഐഷുമ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ഡോക്ടർ എഴുതി നൽകിയ മരുന്നല്ല ഫാർമസിയിൽ നിന്ന് ഐഷുമയ്ക്ക് നൽകിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മരുന്ന് മാറി നൽകിയത് അറിയാതെ 5 ദിവസത്തോളം വീട്ടമ്മ ഗുളിക കഴിച്ചെന്നും ഇതോടെയാണ് വയറിലും വായിലും അലർജി ഉണ്ടായതെന്നും കുടുംബം ആരോപിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലനം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ആവുകയാണ് കേരളമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2024 ഡിസംബർ അവസാനത്തോടെ ഈ നേട്ടം നമ്മൾ കൈവരിക്കുമെന്നും മന്ത്രി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒപ്പം ഉണ്ടാകണമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശീലന ക്ലാസ്സിൽ അധ്യാപകർക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് മന്ത്രി കുറിച്ചു. ഒളിമ്പിക്സ് മത്സരങ്ങൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഗുസ്തി താരം ബജ്റംഗ് പൂനിയയ്ക്ക് സസ്പെൻഷൻ. ദേശീയ ഉത്തേജക വിരുദ്ധ സമിതിയുടേതാണ് നടപടി. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്കായി പൂനിയ സാമ്പിൾ നൽകാത്തതിനെ തുടർന്നാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 10-ന് സോനിപത്തിൽ നടന്ന സെലക്ഷൻ ട്രയലിനിടെ പൂനിയ സാമ്പിൾ നൽകിയിരുന്നില്ല. സസ്പെൻഷൻ നിലവിലുള്ള കാലയളവിൽ പൂനിയയ്ക്ക് ഒരു ടൂർണമെന്റിലോ ട്രയൽസിലോ പങ്കെടുക്കാനാകില്ല. സസ്പെൻഷൻ നിലനിൽക്കുന്ന പക്ഷം ഒളിമ്പിക്സിനുള്ള വരാനിരിക്കുന്ന ട്രയൽസിലും പൂനിയയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. BJP നേതാവ് ബ്രജ് ഭൂഷൺ ചരൺ സിംഗിനെതിരായ ഗുസ്തി താരങ്ങളുടെ സമരത്തിലെ മുൻനിരയിൽ ഉണ്ടായിരുന്ന താരമാണ് ബജ്റംഗ് പൂനിയ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.